നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അതിന് കുറേ തിയറി ആസ്പെക്ട്സ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്ക് ആ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഫിനാൻസിങ്, എവിടെ നിന്നൊക്കെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൻ്റെ സോഴ്സുകൾ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡിറ്റർമിനേഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസിയും ക്യാഷ് മാനേജ്മെൻറ്റും. ഈ ഇത്രയും 5 ഐറ്റംസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു അല്ലേ. ഡെഫിനിഷൻസ് നമുക്ക് പറയേണ്ട, പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അറിയാം. എന്ത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മുടെ ഡെയിലി ക്യാഷ് റിക്വയർമെൻറ്റ്സ്, നമ്മളെ ഡെയിലി ഓപ്പറേഷൻസ് നടന്നു പോകാനുള്ള ക്യാഷ് റിക്വയർമെൻറ്റ്സ്, ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പറഞ്ഞ ഒരു ഡെഫിനിഷനും നമ്മൾ പഠിച്ചു. അത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതിന് 2 കോൺസെപ്റ്റ് ഉണ്ട് ഇല്ലേ. ചിലർ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും, അല്ലാതെ നോർമലി നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലുമാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത്, നമ്മുടെ ജസ്റ്റ് കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നും നമ്മുടെ കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുന്നതിനാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ കൈൻഡ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, പലതരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് എന്നും വേരിയബിൾ എന്നും പറയാം അല്ലേ. അല്ലെങ്കിൽ റിജിഡ് എന്നും സീസണൽ എന്നും പറയാം. അല്ലെങ്കിൽ പെർമനൻറ്റ്, ടെമ്പററി എന്ന് പറയും അല്ലേ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പെർമനൻറ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ്, റിജിഡ്, റെഗുലർ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസ് നടന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സ്ഡ്, റിജിഡ്, പെർമനൻറ്റ്, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത്. ഇനി വേരിയബിളോ അല്ലെങ്കിൽ ടെമ്പററി, സീസണൽ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് ഒരു ഹ്യൂജ് ഓർഡർ വന്നു, അപ്പോൾ ആ ഓർഡർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സീസണൽ ഫ്ലക്ച്വേഷൻ വന്നു. നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് കിറ്റെക്സ് അല്ലെ, പോപ്പി, കുടകൾ, അപ്പോൾ ഇവർക്ക് ഈ ബ്രാൻഡിനൊക്കെ ആ സമയത്തായിരിക്കും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്, കാരണം അവർ ഓപ്പറേഷൻസ് ആ സമയത്ത് കൂടും. അതിനെയൊക്കെയാണ് നമ്മൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ അല്ലടാ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, അതായത് നമ്മൾ എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ ആഡ്വക്കേറ്റ് എമൗണ്ട് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് ഹൈ ആയി പോകാനും പാടില്ല, ലോ ആവാനും പാടില്ല. അപ്പോൾ ഹൈ ആയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, ലോ ആയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മളൊരു കുറച്ച് ഫണ്ട് റേസ് ചെയ്തു. ആ ഫണ്ട് റോ മെറ്റീരിയലായും അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയും പിന്നെ സെയിൽ നടന്നും അത് ഡെറ്റേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ആയിട്ടൊക്കെ വന്നിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് വരത്തില്ലേ. ഈ ഒരു സൈക്കിളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇത് 3 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് 3 ആയിരിക്കും അല്ലേ. നമ്മൾ വരച്ചൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കാണെങ്കിലും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഫിനാൻസിങ് ഇൻഡസ്ട്രിക്കാണ് അല്ലേ. പക്ഷേ ഈ ടൈം കൂടുതൽ എടുക്കുന്ന എവിടെയായിരിക്കും, ഈ ഫിനാൻസിങ് കൺസേണിനായിരിക്കും അല്ലേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അത് നമ്മൾ പറഞ്ഞത് ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മുടെ ഏത് ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം, ഇപ്പോൾ 5 ലക്ഷം വേണോ, 10 ലക്ഷം വേണോ, 1 കോടി വേണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു 10 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്, ബിസിനസ്സിൻ്റെ സൈസ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ പോളിസി, പ്രൈസ് ലെവലിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന കുറച്ച് സോഴ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇലിസ്ട്രേഷൻ 1 ആണ് നമ്മൾ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാനറിയാമോ, ഇതിൻ്റെ ഒരു വേറൊരു ലെവലൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതായത് സിമ്പിളായിട്ട് ഇതിനകത്ത് പഠിക്കാനായിട്ട് നമുക്ക് എക്സ്ട്രാ പഠിക്കാനൊന്നുമില്ല. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കോസ്റ്റിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, നമുക്കറിയാവുന്ന കോസ്റ്റിങ്ങും അക്കൗണ്ടൻസിയൊക്കെ നമ്മളൊന്ന് പുഴുതട്ടി എടുത്തിട്ട് അവർ പറയുന്ന രീതിയിൽ ഒരു ഉത്തരം നമ്മൾ ഫർണിഷ് ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഏതാണ് നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫിനാൻസിങ്ങിൻ്റെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ പറ്റി പഠിക്കാനുണ്ട്. ആ കമ്മിറ്റിയെ പറ്റിയിട്ടും പഠിക്കാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഈ സംഭവം ഇന്ന് തീർക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റും അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിലുള്ള ബാക്കിയുള്ള കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, അതിൻ്റെ ലെക്ചർ വീഡിയോസും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഒക്കെയാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ GST ചെയ്തു, ഇൻഡയറക്റ്റ് ടാക്സേഷൻ ചെയ്തു, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്തു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ MCQs ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വേറെ സെഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. പിന്നെ ഞാൻ പറയുന്നു, ഏതൊരു എക്സാം ആയാലും നമ്മുടെ MCQസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് MCQ എന്ന് പറയുന്നത്. അതുപോലെ മാർക്ക് കൊണ്ട് കളയാനും പറ്റുന്ന സംഭവമാണ് MCQ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും 10 ദിവസം കഴിയുമ്പോൾ 100 ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലാവും. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷുവറായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന
എന്ന കാര്യം കൂടെ പരിഗണിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അത് കഴിഞ്ഞ് ടെൻഡൻ കമ്മിറ്റി എന്താണെന്ന് പഠിക്കാം. ടെൻഡൻ കമ്മിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഇലുസ്ട്രേഷൻ 6 ആണ്. ഇതാണ് ഇലുസ്ട്രേഷൻ 6. അപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുക, അല്ലെങ്കിൽ ഞാൻ താഴെ PDF കൊടുത്തിരിക്കാം, നിങ്ങൾ ആ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നോക്കുക. ഓക്കെ അല്ലേ, കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നോക്കി, ഇലുസ്ട്രേഷൻ 6 പറയുന്നത് എന്താണെന്ന് നോക്കി. ഇലുസ്ട്രേഷൻ 6 പറയുന്നത് എസ്റ്റിമേറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫോളോയിങ് പ്രൊജക്ട്. താഴെ പറയുന്ന പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ റിക്വയർമെൻറ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. പ്രോജക്റ്റ് വിത്ത് ആൻ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് 250 മെട്രിക് ടൺസ് പെർ ആനം ഓഫ് കെമിക്കൽ എക്സ്. നമ്മുടെ ഈ പ്രോജക്റ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കെമിക്കൽ എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനുവൽ പ്രൊഡക്ഷൻ, എസ്റ്റിമേറ്റഡ് ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 250 മെട്രിക് ടൺസ്. എത്രയാണ്? 250 മെട്രിക് ടൺസ് ആണ് ഇവർ പെർ ആനം ഈ നമ്മുടെ കെമിക്കൽ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോഡക്റ്റ് അവർ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ, അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഇത്രയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, ടോട്ടൽ ക്യാപിറ്റൽ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് നോക്കാം. ഇവിടെ ABC ഉണ്ട്. ABC പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, പ്രസൻ്റ്ലി ഇമ്പോർട്ടൻറ്റ്. ഈ ഗുഡ്സ് അവർ പ്രസൻ്റ്ലി അവർ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് റെലവൻ്റ് അല്ല, ചുമ്മാ കഥ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. ആൻഡ് വിച്ച് ക്യാൻ ബി എൻറ്റയർലി സോൾഡ് അറ്റ് എ റേറ്റ് ഓഫ് ഇറ്റ്സ് ലാൻഡഡ് കോസ്റ്റ് ഓഫ് 8,500 പെർ മെട്രിക് ടൺ. ഇത് നമ്മൾ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഒരു മെട്രിക് ടണ്ണിന് 8,500 റുപ്പീസിനാണ്. അപ്പോൾ 250 മെട്രിക് ടൺസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു മെട്രിക് ടൺ വിൽക്കുന്നത് 8,500 റുപ്പീസിലാണ്. ഓക്കെ, യു ആർ റിക്വയർഡ് ടു, നമ്മളോട് പറഞ്ഞിരിക്കുന്ന താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് റിക്വയർ ചെയ്തിരിക്കുന്നത്. ഏതാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പെർസെൻറ്റേജ് ഓഫ് ഈൽഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തത്തില്ലേ? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കും, നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലേ? അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അതായത് ഈൽഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലേ, ആ സാധനം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഈ 250 മെട്രിക് ടൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകത്തില്ലേ? ആ പ്രോഫിറ്റിൻ്റെ എത്ര, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ പ്രോഫിറ്റിന് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റിട്ടേൺ ഇൻറ്റു 100, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. അത്രേ ഉള്ളൂ. അടുത്ത എന്താ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ്. ഇനി സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100, ഇവിടെ ആണെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അടുത്ത എന്താ നോക്കി, റേറ്റ് ഓഫ് ക്യാഷ് ജനറേറ്റഡ് പെർ ആനം ബിഫോർ ടാക്സ്. അതായത് നിങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ എത്ര റവന്യൂ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്ന്, നിങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ എത്ര റവന്യൂ, അതായത് എത്ര പ്രോഫിറ്റില്ലേ, പ്രോഫിറ്റ് അല്ല, നമുക്ക് എത്ര ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ആദ്യമേ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്? അപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരും? വർക്കിംഗ് ക്യാപിറ്റലും വരും, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതിനകത്ത് വരും, അല്ലേ? ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കണം. അതുകൂടാതെ നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടത്തില്ലേ? വർക്കിംഗ് ക്യാപിറ്റലും വേണം. അപ്പോൾ എപ്പോഴും ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞതിനകത്ത് നമ്മുടെ നോർമലി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരും, കൂടാതെ വർക്കിംഗ് ക്യാപിറ്റലും വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. പിന്നെ എന്തും വേണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. കാരണം പ്രോഫിറ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിലൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കുറേ വരവും ചിലവും വേണ്ടേ? കുറേ വരവും ചിലവും ഉണ്ടെങ്കിലേ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് വേണം. നമ്മൾ അപ്പുറത്തെ പേജ് കിടപ്പുണ്ട് ഐറ്റംസ് ഒക്കെ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സാധനം തന്നെ, പക്ഷേ അതിനെ വേറൊരു രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണെന്ന് നോക്കി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ലാൻഡ് 1 lakh, ബിൽഡിംഗ് 8 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 12 lakh. ഇതാണ് അവരുടെ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? 1 ലക്ഷം, 8 ലക്ഷം, 12 ലക്ഷം എല്ലാം കൂടെ കൂട്ടുന്നത്, ഇതെല്ലാം കൂടെ കൂടുന്നത് 21 ലക്ഷമായിരിക്കും അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 21 ലക്ഷം ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും, അല്ലേ? അല്ലെങ്കിൽ ഈൽഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അവർ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്തോരം കോസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കോസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ചില കോസ്റ്റുകളെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്യുവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്, അതല്ലേ? അതായത് ഡിപ്രിസിയേഷൻ വരും, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അപ്പോൾ ഇതുപോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ ഇല്ല, അതായത് നമ്മൾ P&L അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന എക്സ്പെൻസുകൾ, അല്ലേ? ഈ ഐറ്റം ഒക്കെ വരുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ പോലും അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഡിപ്രിസിയേഷൻ എടുക്കേണ്ടി വരത്തില്ല, ചില സ്ഥലങ്ങളിൽ മാത്രം എടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. കാരണം അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല. അതെന്താണ്? നമ്മൾ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സാധനമല്ല, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ ഇത്.
അപ്പം ഈ 2-3 ഐറ്റംസ്, ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഡിപ്രിസിയേഷനൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ ഈ 2 ഐറ്റങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ആ കുരുക്ക് ഈ ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കി. ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ്, അവർ കുറേ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6,50,000. അവിടെ നോക്കി ഇൻഡിജീനിയസ് റോ മെറ്റീരിയൽസ്, അതായത് ഇൻഡിജീനിയസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ, നമ്മുടെ നേറ്റീവിൽ നിന്ന് തന്നെ, അതായത് ഇമ്പോർട്ട് അല്ലാത്ത ബാക്കിയുള്ള റോ മെറ്റീരിയൽസ് അവർ മേടിക്കുന്നത് 6,26,000 വേണ്ടിയിട്ട്. സാലറി വേജസ് 1,35,000. അടുത്ത റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓൺ പ്ലാൻ കോസ്റ്റ്, അതായത് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ ആ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് റിപ്പയർ സംഭവിക്കുന്നുണ്ട് 5%. നോക്കി, റിപ്പയർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ? അതെ, റിപ്പയർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നമ്മുടെ നോർമൽ കോസ്റ്റ് ഓഫ് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി വേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് പ്രോപ്പർ റിപ്പയർ മെയിൻ്റനൻസ് നടത്തിയാൽ മാത്രമേ അത് ഫുൾ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്തോളൂ. അപ്പോൾ അതൊരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അല്ല ഡിപ്രിസിയേഷൻ പോലുള്ള ഒരു ഐറ്റമായിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തത്. അടുത്ത നമ്മുടെ ബിൽഡിങ്ങിന് പറഞ്ഞിരിക്കുന്ന 2%. അതുപോലെ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് പറഞ്ഞിരിക്കുന്നത് 7%. ഡിപ്രിസിയേഷൻ എപ്പോഴും പ്രശ്നക്കാരനാണ്, ശ്രദ്ധിച്ചോണം. അതുപോലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ പറഞ്ഞിരിക്കുന്നത് 2.5%. ഓക്കെ. അടുത്ത അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ എക്സ്പെൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്ത ഐറ്റം ആണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ എക്സ്പെൻസ്. നമ്മൾ P&L അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റം ഒരു 50,000 റുപ്പീസിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. അടുത്ത സ്റ്റീം റിക്വയർമെൻറ്റ്, നമ്മൾ കെമിക്കലല്ലേ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റീമിൻ്റെ ആവശ്യം വരും. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആവി അല്ലേ, നമ്മുടെ വെള്ളം ചൂടാക്കിയിട്ട് അവിടുന്ന് സ്റ്റീം ഉണ്ടാകത്തില്ല. ആ സ്റ്റീം അവർക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ സ്റ്റീം അവർക്ക് റിക്വയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7,000 മെട്രിക് ടൺ സ്റ്റീമാണ് അവർക്ക് വേണ്ടത്. അതിൽ ഒരു മെട്രിക് ടണ്ണിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 16 റുപ്പീസാണ്. 7,000 ആണ് അവരുടെ ഈ ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞ 250 മെട്രിക് ടൺസ് കെമിക്കൽ എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് 7,000 മെട്രിക് ടൺസിൻ്റെ എന്ത് വേണം? സ്റ്റീം റിക്വയർമെൻറ്റ് ഉണ്ട്. അതിൽ ഒരു മെട്രിക് ടൺ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര രൂപ ചിലവാകും? ഒരു 16 റുപ്പീസ് അവർക്ക് ചിലവാകും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി പവർ, നമ്മുടെ ഇലക്ട്രിസിറ്റി, അതുപോലുള്ള പവർ അവർക്ക് വേണം. പവറിന് വേണ്ടിയിട്ട് ഒരു 6,000 റുപ്പീസ് അവർക്ക് ചിലവാകുന്നുണ്ട്. പിന്നെ പാക്കിംഗ് ഡ്രം, അതായത് ഈ കെമിക്കൽ ഉണ്ടാക്കിയിട്ട് അവർ ഡ്രമ്മിലാക്കിയാണ് പാക്ക് ചെയ്യുന്നത്. ആ പാക്കിംഗ് ഡ്രം, ആ ഡ്രമ്മിന് ചിലവുണ്ട്. ഡ്രം എന്ന് പറയുന്ന ഒരു ഡ്രമ്മിനകത്ത് നമുക്ക് 500 കിലോഗ്രാംസ് ആണ് അതിൻ്റെ കപ്പാസിറ്റി. 500 കിലോഗ്രാംസ് അവർക്ക് അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. 500 കിലോഗ്രാംസ് അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അതിൻ്റെ വിലയെന്ന് പറയുന്നത് 30 റുപ്പീസാണ്. ഒരു ഡ്രമ്മിന് എത്രയാണ്? 30 രൂപയാണ്. ആ ഒരു ഡ്രമ്മിനകത്ത് അവർക്ക് 500 കിലോഗ്രാം വരെ എന്ത് ചെയ്യാം? ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇനി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത്രയും തന്നത് എന്താണ്? എക്സ്പെൻസുകളാണ്, അല്ലേ, നമ്മുടെ കോസ്റ്റുകളാണ്. ഇനി അടുത്ത് തന്നിരിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേ സെയിം സാധനമാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വാല്യൂ തന്നിട്ടുണ്ട്, നമ്മുടെ ഡേറ്റും തന്നിട്ടുണ്ട്. അതായത് എത്ര നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാല്യൂവിനെ ഇത്രയും നാൾ കൊണ്ട് ഇൻറ്റു ചെയ്താലോ അതിൻ്റെ ഫ്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കിട്ടും. അത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും കിട്ടും. സിമ്പിൾ സാധനമല്ലേ? അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് 6 മന്ത്, ഇൻഡിജീനിയസ് റോ മെറ്റീരിയൽസ് ആൻഡ് പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രം, അതിന് 3 മന്ത്സ്. അടുത്ത ഫിനിഷ്ഡ് ഗുഡ്സ് വെച്ചിരിക്കുന്നത് 1 മന്ത്. ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ്, നമ്മുടെ ഡെറ്റേഴ്സ് 1 മന്ത്. അതുപോലെ സപ്ലയേഴ്സ്, അതായത് നമ്മുടെ ഇൻഡിജീനിയസ്, നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ സപ്ലൈസ്, നമ്മുടെ ക്രെഡിറ്റേഴ്സ്, അവർ നമുക്ക് ടൈം തന്നിരിക്കുന്ന 1 മന്ത്. അതുപോലെ ക്യാഷ് നമ്മുടെ കയ്യിൽ എപ്പോഴും 1 മന്തിലേക്ക് വേണ്ടിയിട്ടുള്ള 1 മന്തിൻ്റെ എക്സ്പെൻസ് വേണ്ടിയിട്ടുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് വേണമെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് നിന്ന് നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റുകൾ, അല്ലേ, ഈ പറഞ്ഞ ഐറ്റംസ് കോസ്റ്റ് മൊത്തം കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റും കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 വർക്കിംഗ് നോട്ടായിട്ട് എന്ത് ചെയ്യാം? ഒന്നാമത് നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം, പ്രോഫിറ്റ് ഓൺ സെയിലും ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ടോട്ടൽ ഇത് കണ്ടുപിടിക്കണേ. ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സംഭവങ്ങളുടെ കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും കൂടെ കൂട്ടുന്നതായിരിക്കും, അല്ലേ? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കണടാ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും കൂടാതെ പ്ലാന്റ് ആൻഡ് മെഷീനറിയോടൊപ്പം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും കൂടെ കൂട്ടുന്നതാണ്. അതാണ് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു, ക്വസ്റ്റ്യൻ കണ്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ താഴെ PDF കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ നോക്കി വായിക്കാം. അപ്പോൾ നമുക്ക് നേരെ ആൻസർ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ അല്ലേ? ആൻസർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. അതായത് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും, രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വർക്കിംഗ് നോട്ടാണ്, അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ 1, ഒന്നാമത്തെ വർക്കിംഗ് നോട്ടാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വർക്കിംഗ് നോട്ടിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് ഹെഡിങ് കൊടുക്കാം, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എത്ര യൂണിറ്റിൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പറഞ്ഞ കെമിക്കൽ എക്സിൻ്റെ ഒരു 2500 യൂണിറ്റ്സിൻ്റെ 250 മെട്രിക് ടൺസിൻ്റെ അല്ലേ, 250 മെട്രിക് ടൺസിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നിങ്ങൾ ഫോണിൽ സ്പ്ലിറ്റ് സ്ക്രീൻ വർക്ക് ചെയ്യുമെങ്കിൽ ആ സ്പ്ലിറ്റ് സ്ക്രീൻ എടുത്തിട്ട് ക്വസ്റ്റ്യനും കൂടെ നോക്കുക.
ഓക്കെ അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആ ക്വസ്റ്റ്യനിൽ ആക്സസ് ചെയ്യാം. അപ്പോൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് എഴുതാം അല്ലേ? ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ടിൽ നിന്ന് നമ്മുടെ ഈ കോസ്റ്റുകളെല്ലാം കൂടെ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ സെയിൽസിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് എല്ലാം കൂടെ കുറയ്ക്കുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് എഴുതി വയ്ക്കാം. ടോട്ടൽ സെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് പെർട്ടിക്കുലേഴ്സ് വർക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. നിങ്ങൾ എപ്പോഴും ഈ ഫോർമാറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ വർക്കിംഗ് നോട്ട് 1 വർക്കിംഗ് നോട്ട് 2 എന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സബ്ബായിട്ട് ഓരോന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ തന്നെ എഴുതിപ്പോം. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈൻ ഉള്ളതായതുകൊണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വരില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോട്ടൽ സെയിൽസ് നോക്കാം. അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 250 മെട്രിക് ടൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മെട്രിക് ടണ്ണിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 8,500 റുപ്പീസാണ്. 8,500 റുപ്പീസാണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഒരു 21,25,000 എന്ന് കിട്ടും. 21,25,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സെയിൽസ് എഴുതി. ഇനി സെയിൽസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് എക്സ്പെൻസ്, നമ്മുടെ എക്സ്പെൻസുകളെല്ലാം കുറച്ച് മതി, അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസുകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി നിങ്ങൾ ക്വസ്റ്റനിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയാം. ആദ്യമേ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. രണ്ടാമത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഒന്നാം സാധനം എന്താണ്, ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ. നമ്മൾ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്ന 6,50,000 റുപ്പീസ്. അടുത്ത ഇൻഡിജീനിയസ് റോ മെറ്റീരിയലിന് 6,26,000 റുപ്പീസ്. സാലറീസ് ആൻഡ് വേജസിന് 1,35,000 റുപ്പീസ്. അപ്പോൾ ഈ 3 ഐറ്റംസ് നമുക്ക് എഴുതാം അല്ലേ. ഒന്ന് റോ മെറ്റീരിയലിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്, ഒന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതും ഇൻഡിജീനിയസ് അല്ലേ. അത് നമുക്ക് 6,50,000 റുപ്പീസും ഒരു 6,25,000 റുപ്പീസും. നിങ്ങൾക്ക് ഓരോന്നായിട്ട് എഴുതിയാൽ മതി. ഞാനിപ്പം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 6,50,000 റുപ്പീസും 6,25,000 റുപ്പീസും. അപ്പം കൂട്ടുമ്പോൾ ഒരു 12,75,000 റുപ്പീസ് എന്ന് കിട്ടി അല്ലേ. നമുക്ക് ബ്രാക്കറ്റിലിടാം, ലെസ് ചെയ്യാനുള്ള ഫിഗറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാലറീസ് ആൻഡ് വേജസ് എഴുതാം അല്ലേ. സാലറീസ് ആൻഡ് വേജസ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട് തന്നിരിക്കുന്നത്, ഒരു 1,35,000 റുപ്പീസ്. അപ്പോൾ നമ്മൾ അത് എഴുതി. അതിന് കഴിഞ്ഞ് തന്നിരിക്കുന്ന എക്സ്പെൻസ് എന്താണെന്ന് നോക്കി, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അല്ലേ, പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ്. അത് ഒരു 5% ആണ് തന്നിരിക്കുന്നത്, പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ്. അപ്പോൾ നമുക്ക് എഴുതാം റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ഏതിൻ്റെയാണ്, പ്ലാന്റിൻ്റെ അല്ലേ. പ്ലാന്റിൻ്റെ കോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് പ്ലാന്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 12 lakh റുപ്പീസ് അല്ലേ. 12 lakh റുപ്പീസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അവർ തന്നിരിക്കുന്നത്, 12 lakh റുപ്പീസിൻ്റെ 5% അല്ലേ തന്നിരിക്കുന്നത്. 12 lakh റുപ്പീസിൻ്റെ എത്ര പെർസെൻറ്റേജ്, 5%. അപ്പോൾ നമുക്ക് 12 lakh റുപ്പീസിൻ്റെ 5% എടുക്കാം. 12 lakhൻ്റെ 5% എത്രയാണ്, 12 lakh × 5% എന്ന് പറയുന്ന ഒരു 60,000 റുപ്പീസ് എന്ന് വരും. എത്ര വരും, 60,000 റുപ്പീസ്. അപ്പോൾ നമുക്കത് എഴുതാം. ഇനി തീർന്നില്ല, റിപ്പയർസ് വേറെ ആരുടെയും കൂടെ ഉണ്ട്. ബിൽഡിങ്ങിനുണ്ട്. ബിൽഡിങ്ങിന് 2%. ബിൽഡിങ്ങിൻ്റെ വാല്യൂ എത്രയാണ്, ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 lakh. അപ്പോൾ 8 lakhൻ്റെ 2%. ബിൽഡിങ്ങിന് 8 lakh. 8 lakhൻ്റെ 2%. ഓക്കെ അല്ലേ. ഇതാർക്കാണ്, നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക്. ഇതാർക്കാണ്, ബിൽഡിങ്. ഓക്കെ അല്ലേ. 8 lakhൻ്റെ 2% എന്ന് പറഞ്ഞാൽ എത്ര വരും, 8 lakh × 2% ഒരു 16,000 റുപ്പീസ്, 16,000 രൂപ. അത് നമ്മൾ എഴുതി. അപ്പോൾ നമ്മുടെ എന്ത് എഴുതി, റിപ്പയർ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് തന്നിരിക്കുന്ന ഡിപ്രിസിയേഷനാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ സമ്മതിച്ചു. പക്ഷേ ഡിപ്രിസിയേഷനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നോർമലി നമ്മൾ പ്രോഫിറ്റ് അല്ലേ കണ്ടുപിടിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് ഇപ്പോൾ എഴുതുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷനൊക്കെ നമ്മൾ ഇവിടെ എടുക്കണം. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും അത് എടുത്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് എഴുതാം, ഡിപ്രിസിയേഷൻ ആരുടെയൊക്കെയാണ് തന്നിരിക്കുന്നത്, ഒന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രിസിയേഷൻ തന്നിരിക്കുന്നത് എത്ര പെർസെൻറ്റേജാണ്, 7%. 12 lakhൻ്റെ 7%. അപ്പോൾ നമുക്ക് എഴുതാം 12 lakh × 7%. അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മാത്രമല്ല, ആരുടെ തന്നിട്ടുണ്ട്, ബിൽഡിങ്ങിനും ഉണ്ട് ഡിപ്രിസിയേഷൻ. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് എഴുതാം. ബിൽഡിങ്ങിന് എത്ര, 8 lakhൻ്റെ എത്ര പെർസെൻറ്റേജ്, 8 lakhൻ്റെ 2.5% അല്ലേ. 2.5 എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 2.5%. 2.5 ഇത് രണ്ടും കൂടെ എത്രയാണെന്ന് നോക്കി. അതായത് നമ്മുടെ 12 lakhൻ്റെ 7% ഒരു 84,000 റുപ്പീസ്. അതുപോലെ 8 lakhൻ്റെ 2.5% 64,000 റുപ്പീസ്. ഓക്കെ അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സം ചെയ്തിട്ട് ടോട്ടൽ ഡിപ്രിസിയേഷൻ എമൗണ്ട് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാലും അങ്ങനെ എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്തതിൽ പോകാം. നോക്കി ഒരു മിസ്റ്റേക്ക് വരും എന്ന് പറയുമ്പോൾ 8 lakhൻ്റെ 2.5% അല്ല, നമ്മൾ എവിടെയോ മിസ്റ്റേക്ക് ചെയ്തു. 8 lakh × 2.5% എന്ന് പറഞ്ഞാൽ 2,000 റുപ്പീസാണ്. 20,000 റുപ്പീസാണ് നമ്മൾക്ക് എഴുതിയ തെറ്റിപ്പോയതാണ്. 20,000 റുപ്പീസ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് എഴുതി. ഇനി അടുത്ത ഐറ്റം തന്നിരിക്കുന്നതെന്ന് നോക്കി, ഡിപ്രിസിയേഷൻ എഴുതി. അടുത്ത അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അത് അവർ നേരിട്ട് തന്നിട്ടുണ്ട് 50,000 റുപ്പീസ് എന്ന്. എത്രയാണ്, ഒരു 50,000 റുപ്പീസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് എഴുതാം അഡ്മിൻ എക്സ്പെൻസ് നേരിട്ട് തന്നിട്ടുണ്ട്. ഗിവൺ, ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് എഴുതാം 50,000 റുപ്പീസ്. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി അത് കഴിഞ്ഞ് തന്നിരിക്കുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. സ്റ്റീം റിക്വയർമെൻറ്റ്. അവർക്ക് 7,000 സ്റ്റീം ആവശ്യമുണ്ട്. ഒരു സ്റ്റീമിന് 16 റുപ്പീസ് വെച്ച് നമുക്ക് സ്റ്റീം അല്ലേ. 7,000 മെട്രിക് ടൺസ് ആണ് വേണ്ടത്. ഒരു മെട്രിക് ടണ്ണിന് 16 രൂപ വെച്ചിട്ട് അല്ലേ. അപ്പോൾ 7,000 × 16 എത്ര വരും, 1,12,000 റുപ്പീസ് എന്ന് വരും.
അല്ലേ? അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി അടുത്തായിട്ട് എന്താ നോക്കി, സ്ട്രീം കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന പവർ. നമുക്ക് പവർ എഴുതാം. പവറിനെ പറ്റിയിട്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്? പവറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 6000 റുപ്പീസ് എന്ന് നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പവറിന് 6000 റുപ്പീസ് എഴുതാം. ഗിവൻ, ഒരു പ്രശ്നമില്ല, നേരിട്ട് തന്നിട്ടുണ്ട് 6000. നമ്മളത് എഴുതി. അത് കഴിഞ്ഞ് അവർ തന്നിരിക്കുന്നത് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ അല്ലേ? പാക്കിംഗ് മെറ്റീരിയൽ എന്താണ്? നമ്മുടെ ഡ്രം. അപ്പോൾ നമുക്ക് എഴുതാം പാക്കിംഗ് മെറ്റീരിയൽ. പാക്കിംഗ് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് പാക്കിംഗ് മെറ്റീരിയൽ, നമ്മുടെ ഡ്രം എന്ന് പറയുന്നത്, ഡ്രമ്മിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 500 കിലോ ആണ്. ഒരു ഡ്രമ്മിനകത്ത് 500 കിലോ കൊള്ളും. ഒരു ഡ്രമ്മിൻ്റെ വില 30 രൂപയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 250 മെട്രിക് ടൺ അല്ലെ, 250 മെട്രിക് ടൺ കൊള്ളാവുന്ന ഡ്രംസ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോ ആണെന്ന്? അതായത് നമ്മൾ കിലോഗ്രാമിൻ്റെ കണക്കെടുക്കത്തില്ല. അതായത് 100 ഗ്രാം പിന്നെ 1000 ഗ്രാം നമ്മൾ 1 കിലോ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് ഈ 1000 കിലോ ചേരുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു മെട്രിക് ടൺ എന്ന് വിളിക്കുന്നത്. 1000 കിലോഗ്രാം ചേരുന്നതാണ് ഒരു മെട്രിക് ടൺ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1000 കിലോ ചേരുന്നത് നമ്മുടെ ഒരു മെട്രിക് ടൺ. 1000 കിലോ ചേരുന്നതാണ് ഒരു മെട്രിക് ടൺ. നമുക്കിവിടെ 250 മെട്രിക് ടൺ അല്ലേ ഉള്ളത്? എത്ര മെട്രിക് ടൺ ഉള്ളത്? 250. അപ്പോൾ നമുക്ക് ചെയ്യാം. 250 എന്ന് പറയുന്നത് എത്രയാണ്? 250 1000 അല്ലേ? അപ്പോൾ നമുക്കൊരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് എത്ര കിലോ ഉണ്ട്? ടോട്ടൽ 250,000 കിലോഗ്രാംസ് ഉണ്ട്. 250,000 കിലോഗ്രാംസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ഒരു ഡ്രമ്മിനകത്ത് എത്ര കിലോ ഉള്ളൂ? 500 അല്ലേ? അപ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ 500 ചെയ്യുമ്പോൾ കിട്ടും എത്ര? 500 ഡ്രംസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടി പറയാം. അതായത് നമുക്കിവിടെ എഴുതാം. അതായത് ഒരു മെട്രിക് ടൺ എന്ന് പറയുന്ന ഒരു മെട്രിക് ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം. ഒരു മെട്രിക് ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? എത്ര? 250 മെട്രിക് ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 250,000 കിലോഗ്രാം ആണ്. 250,000 കിലോഗ്രാം ആണ് അല്ലേ? നമ്മുടെ നമ്പർ ഓഫ് ഡ്രംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ 250,000 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 500 കിലോഗ്രാം അല്ലേ ഒരു മെട്രിക് ഇത് കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 500 ഡ്രംസ് എന്ന് കിട്ടും. 500 ഡ്രംസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഒരു ഡ്രമ്മിൻ്റെ വില എന്ന് പറഞ്ഞാൽ 30 റുപ്പീസ് അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 500 × 30 ചെയ്താൽ പോരെ? 500 × 30 കഴിഞ്ഞു, കാൽക്കുലേഷൻ കഴിഞ്ഞു. 500 × 30 എത്ര വരും? ഒരു 15,000 റുപ്പീസ് എന്ന് വരും. എത്ര വരും? ഒരു 15,000 റുപ്പീസ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ ആണ്. നമുക്ക് 250 മെട്രിക് ടൺ വേണം. അപ്പോൾ 250 × 1000 ചെയ്യുമ്പോൾ 2,50,000 കിലോഗ്രാം കിട്ടും. ആ 2,50,000 കിലോഗ്രാം ഒരു ഡ്രമ്മിനകത്ത് 500 കിലോഗ്രാം ആണ് കൊള്ളുന്നത്. അപ്പോൾ 2,50,000 കിലോഗ്രാം എത്ര ഡ്രമ്മിൽ കൊള്ളുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2,50,000 ഡിവൈഡ് ബൈ 500. ഓക്കെ അല്ലേ? ചെയ്യുമ്പോൾ നമുക്ക് 500 ഡ്രം എന്ന് കിട്ടും. 500 × 30 ഒരു ഡ്രമ്മിന് 30 റുപ്പീസ്. 30 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 15,000 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഡ്രമ്മിൻ്റെ വില എഴുതി. ഇനി വേറെ എന്തെങ്കിലും കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോസ്റ്റുകളെല്ലാം കൂടെ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോട്ടൽ സെയിൽസ് ഉണ്ട്. ടോട്ടൽ സെയിൽസിൽ നമ്മുടെ കോസ്റ്റ് എല്ലാം കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രോഫിറ്റ് കിട്ടും. അതിന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് എഴുതിയിടാം. നമുക്ക് ആവശ്യം വരും ടോട്ടൽ കോസ്റ്റ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് നമുക്കൊന്ന് സം ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് സം ചെയ്ത് നോക്കുക. അതായത് 12,75,000 റുപ്പീസ്, 1,35,000 റുപ്പീസ്, 60,000 റുപ്പീസ്, 16,000 റുപ്പീസ്, 84,000 റുപ്പീസ്, 20,000 റുപ്പീസ്, 50,000 റുപ്പീസ്, 1,12,000 റുപ്പീസ്, അത് കഴിഞ്ഞിട്ടൊരു 6,000 റുപ്പീസ്, ഒരു 15,000 റുപ്പീസ്. എല്ലാം കൂട്ടുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടി? ഒരു 17,73,000 റുപ്പീസ് എന്ന് കിട്ടും. ടെക്സ്റ്റിൽ ഒരു 1000 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ നമുക്ക് എവിടെയോ തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലെ ആൻസർ തെറ്റാണ്. നോക്കട്ടെ. എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യമേ എടുത്തപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽ എടുത്തപ്പോൾ 2,25,000 എന്നല്ല എടുത്തത്. 25 അല്ല, 26,000 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 12,76,000 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കിട്ടി. എത്രയാണ്? 17,74,000. 17,74,000 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് അല്ലേ? ഈ എമൗണ്ട് നമുക്ക് ലെസ് ചെയ്യാം. ഏതിൽ നിന്ന്? നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 21,25,000 റുപ്പീസ്. അതിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ കിട്ടിയ കോസ്റ്റ് 17,74,000 റുപ്പീസ് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ്? 3,51,000 റുപ്പീസ്. 3,51,000 റുപ്പീസാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മൾ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചൂടെ? ഇത് നമ്മുടെ വർക്കിംഗ് നോട്ട് നമ്പർ 1 ആണ്, പ്രോഫിറ്റ് കാൽക്കുലേഷൻ. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലേ? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക. നമുക്ക് കണ്ടുപിടിക്കാം സിമ്പിളായിട്ട്. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തതാണ്, അതുപോലെ സെയിം തന്നെ. വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്താണ്? കാൽക്കുലേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ കറണ്ട് അസറ്റ്സ്
താഴെ ലെസ് കറണ്ട് ലയബിലിറ്റി. നമുക്ക് കറണ്ട് അസറ്റുകളെല്ലാം പറക്കി എഴുതാം അല്ലേ, കറണ്ട് അസറ്റുകളെല്ലാം പറക്കി എഴുതിയിട്ട് നമുക്ക് കറണ്ട് ലയബിലിറ്റി എഴുതാം. ഓക്കെ, കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റിനകത്ത് നിങ്ങൾ നോക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ സ്റ്റോക്ക്. നമ്മൾ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എത്ര നാൾ വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ 6 months വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ എത്ര മന്താണ്? 6 months. അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇമ്പോർട്ടഡ് റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ അവർ നേരിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 lakh rupees എന്ന് തന്നിട്ടില്ലേ? 6,50,000 rupees എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 6,50,000 rupees. ഇത് ടോട്ടൽ 1 yearലേക്കാണ്. നമുക്ക് 6 months കണ്ടുപിടിക്കാൻ 6 divided by 12. അപ്പോൾ ഇതിൻ്റെ നേരെ പകുതി എത്ര വരും? 3,25,000 rupees വരും. അപ്പോൾ നമ്മളെ കറണ്ട് അസറ്റിൻ്റെ ആദ്യമായിട്ട് നമ്മൾ എഴുതി. ഇനി അടുത്ത് നോക്കി, അടുത്തായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിജീനിയസ് റോ മെറ്റീരിയൽ ആൻഡ് പാക്കിംഗ് റോ മെറ്റീരിയൽ. ഇൻഡിജീനിയസ് റോ മെറ്റീരിയൽ നമ്മുടെ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ. അപ്പോൾ നമുക്കത് എഴുതാം. എന്ത്? ഇൻഡിജീനിയസ് റോ മെറ്റീരിയലും പ്ലസ് പാക്കിങ് അല്ലേ. നമുക്കറിയാം ഇൻഡിജീനിയസ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6,26,000 rupees ആണ്. 6,26,000 rupees. നമ്മൾ നേരത്തെ പോലെ നോർമലി റൗണ്ട് ഫിഗർ എഴുതുന്നതൊക്കെ 25 എന്ന് എഴുതി. അപ്പോൾ തെറ്റുന്ന സംഭവങ്ങളുണ്ടോ? എനിക്ക് ഇവിടേക്കാണ് തെറ്റുന്നത്. അപ്പോൾ 6,26,000 എന്ന് എഴുതി. പ്ലസ് ഡ്രമ്മിൻ്റെ വാല്യൂ നോക്കി. നേരത്തെ നമ്മുടെ ഡ്രമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. നമ്മുടെ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 15,000 rupees. അപ്പോൾ നമുക്ക് ആ 15,000 rupees കൂടെ ആഡ് ചെയ്യാം അല്ലേ. 15,000 rupees കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ എത്ര നാൾ അവർ പറഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 months. ഇത് എത്ര നാളത്തേക്ക് വേണ്ടിയിട്ടാണ്? 1 yearലേക്ക് വേണ്ടി. അപ്പോൾ 3 months പിടിക്കാൻ വേണ്ടി 3 divided by 12. അപ്പോൾ നോക്കി 6,26,000 കൂടെ ഒരു 15,000 rupees കൂടെ കൂട്ടിയിട്ട് നമ്മളതിനെ 3 divided by 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,60,000 rupees. എത്രയാണ്? 1,60,000 rupees. നമ്മളത് എഴുതി. അപ്പോൾ നമ്മളതും എഴുതി. ഇനി അടുത്തായിട്ട് എന്താണ് തന്നിരിക്കുന്നത്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് 1 month ആണ് തന്നിരിക്കുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാമോ? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ നമുക്കറിയാം. എന്താണെന്ന് അറിയാമോ? എപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നമ്മൾ കോസ്റ്റിങ്ങിലോ ഒക്കെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയില്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. സ്റ്റോക്കിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ എഴുതുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ എപ്പോഴും എഴുതുന്നതിലായിരിക്കും? കോസ്റ്റിലായിരിക്കും. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ എഴുതുന്നത് എപ്പോഴും എന്തിലായിരിക്കും? കോസ്റ്റിലായിരിക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കി. കോസ്റ്റ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 17,74,000 rupees ആണ്. 17,74,000 rupees ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ ഡിപ്രിസിയേഷനും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന കോസ്റ്റിനകത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ 17,74,000 rupees എടുക്കാൻ പറ്റും. പക്ഷേ ആക്ച്വലി അവിടെ ഒരു ഡിപ്രിസിയേഷൻ നടന്നിട്ടില്ല. ഡിപ്രിസിയേഷൻ നടന്നിട്ടില്ല. പിന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതായത് നമ്മുടെ ഫാക്ടറിയായിട്ട് ബന്ധപ്പെടുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്ന അല്ലാതെ P&L അക്കൗണ്ടിൽ എടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും കിടപ്പുണ്ട് നമ്മുടെ ക്വസ്റ്റനിൽ അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് വാല്യൂവിന് സമയത്ത് വരണോ? വേണ്ട. കാരണം സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആണ് നോക്കുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഡിപ്രിസിയേഷൻ എന്തായാലും വരില്ല. പിന്നെ അത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് നമ്മുടെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ച്വൽ കോസ്റ്റ് ആണോ? അല്ല. നമ്മുടെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് നടത്തിയൊരു ചിലവാണ്. അപ്പോൾ നമ്മുടെ ഈ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ആ 2 സാധനവും നമുക്ക് ലെസ് ചെയ്ത് കളയാം. ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ആ 2 സംഭവം ലെസ് ചെയ്ത് കളയുമ്പോൾ നമുക്കൊരു കോസ്റ്റ് കിട്ടും. ആ കോസ്റ്റാണ് നമ്മളെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ കണക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എഴുതാം ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്സ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എത്രയാണെന്ന് നോക്കി. അതായത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്നും ലെസ് ഡിപ്രിസിയേഷൻ കുറച്ച് കളയുക. ലെസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. എന്തുകൊണ്ടാണ് ഇത് കുറയ്ക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റിലായിരിക്കും. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ജനറലി അതങ്ങനെയാണ്. സ്റ്റോക്ക് വാല്യൂ എന്നത് ബേസിക് പ്രിൻസിപ്പിളാണ്. നമ്മൾ കോസ്റ്റിലായിരിക്കും സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ടോട്ടൽ കോസ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഡിപ്രിസിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അത് അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സിനകത്ത് വരുന്നതല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റിക്കളഞ്ഞു. കൂടാതെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സിൻ്റെ കോസ്റ്റ് അല്ല. അത് നമ്മൾ ഗുഡ്സൊക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലോ അവിടെയൊക്കെ വരുന്ന എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞാൽ ടോട്ടൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് അല്ലേ. അപ്പോൾ ആ 2 നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് മാറ്റിക്കളയണം. അപ്പോൾ നോക്കി നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് 17,74,000 rupees ആയിരുന്നു അല്ലേ. ഡിപ്രിസിയേഷൻ 2 എണ്ണം ഉണ്ട് അല്ലേ. നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രിസിയേഷനും ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷനും ഉണ്ട്. അത് എത്രയൊക്കെയായിരുന്നു നമ്മുടെ പറയുന്നത്? നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ ചെയ്തപ്പോൾ ഒരു 84,000 rupees. നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. 84,000 rupees ഒരു 20,000 rupees ആണ് ഡിപ്രിസിയേഷൻ. ഇനി അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് അവർ നേരിട്ട് തന്നുണ്ട് ഒരു 50,000 rupees അല്ലേ, ഒരു 50,000 രൂപ. അപ്പോൾ നമ്മുടെ 17 lakhൽ നിന്ന് ഈ ഇത്ര ഐറ്റം കുറച്ച് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? ഒരു 16,70,000 rupees കിട്ടും. 16,70,000 rupees. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് എത്രയാണ്? 1 month അല്ലേ. അപ്പോൾ നമുക്ക് into 1 divided by 12 നോക്കി. 16,70,000 into 1 divided by 12 ചെയ്യുമ്പോൾ നമുക്കൊരു 1,35,000 rupees എന്ന് കിട്ടും. എത്ര കിട്ടും? 1,35,000 rupees എന്ന് കിട്ടും.
ഓക്കെ അല്ലേ? ഈ സാധനത്തിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അടുത്ത ഐറ്റം ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന എന്താണ്? നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ അല്ലെ, ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ്. നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരാനുള്ളത്, അതായത് നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ കാര്യം. നമ്മുടെ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്ന, ഡെറ്റേഴ്സിൻ്റെ മന്ത് തന്നിരിക്കുന്ന 1 മന്താണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴായിരിക്കും, ഏതിലായിരിക്കും ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് നമ്മൾ സെയിൽ, എത്ര സെയിലാണോ നടത്തിയത് ആ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്യാഷ് സെയിൽ ഇത്രയാണ്, ക്രെഡിറ്റ് സെയിൽ ഇത്രയാണെന്നൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഡെറ്റേഴ്സിന് ഒന്നെങ്കിൽ നമുക്ക് കോസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ നമുക്ക് കോസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം? പ്രോഫിറ്റും കൂടെ ചേർന്നിട്ടുള്ള ടോട്ടൽ സെയിൽസ് എമൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പം ഇവിടെ നമ്മളെടുത്ത എന്താണ്? നമ്മൾ ടോട്ടൽ കോസ്റ്റിനകത്ത്, അതായത് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കോസ്റ്റ് ആയോ ആ കോസ്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിനകത്ത് എടുത്തത്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂവിനകത്ത് എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് എത്രയാണ്? 21,25,000 റുപ്പീസ്. ആ 21,25,000 റുപ്പീസിൻ്റെ എന്താ 1 × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം കോസ്റ്റിലെടുക്കുക. ഡെറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം ഇതിലെടുക്കുക, കോസ്റ്റിലെടുക്കുക. അപ്പോൾ കോസ്റ്റിലെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ കോസ്റ്റ് എടുക്കുക. അതിൽ നിന്ന് ഡിപ്രിസിയേഷനും അഡ്മിനിസ്ട്രേഷനും എക്സ്പെൻസാണ് നമ്മൾ നേരത്തെ കുറച്ചത്. പക്ഷേ ഇവിടെ എന്ത് കുറയ്ക്കേണ്ടെന്ന് അറിയാമോ? ഇവിടെ നമ്മൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കുറയ്ക്കേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ ഡിപ്രിസിയേഷൻ മാത്രം കുറച്ചാൽ മതി. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു റിയൽ ക്യാഷ് എക്സ്പെൻസ് ആണ്, പക്ഷേ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് കുറച്ചത്, അല്ലേ? ഇവിടെ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഒരു റിയൽ എക്സ്പെൻസ് അല്ലേ? ആ റിയൽ എക്സ്പെൻസും കൂടെ നമ്മൾ പ്രോഫിറ്റ്, നമ്മുടെ വിൽക്കുന്ന ഗുഡ്സിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം അവോയ്ഡ് ചെയ്യേണ്ട, ഡിപ്രിസിയേഷൻ മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. കാരണം ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് അല്ല, നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു അപ്രോപ്രിയേഷൻ മാത്രമാണ്, അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് നമുക്ക് 2 അസംഷൻ വെക്കാം. ഒന്നെന്ന് പറയുന്നത് കോസ്റ്റിൽ വെക്കാം. അങ്ങനെ കോസ്റ്റിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഏത് കുറച്ച് കളയണം? നമ്മുടെ ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് നോൺ ക്യാഷ് എക്സ്പെൻസ് കുറച്ച് കളയണം, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് കുറയ്ക്കേണ്ട. ഓക്കെ അല്ലേ? രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ സെയിൽസ് വാല്യൂ എടുക്കില്ലേ? സെയിൽസ് വാല്യൂ, അതായത് 21,25,000 റുപ്പീസിന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ × 1/12 വേണമെങ്കിൽ ചെയ്യാം. ഇത് രണ്ടിൽ ഏത് അസംഷൻ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഈ കണക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാം. അല്ല വേണ്ട ഇത് ചെയ്യണമെങ്കിൽ അതിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു അസംഷൻ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് എഴുതാം. ഡെറ്റേഴ്സ് അല്ലേ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17,74,000 റുപ്പീസാണ്. 17,74,000 റുപ്പീസ്. അതിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ച് കളയാൻ 84,000 റുപ്പീസും പിന്നെ ഒരു 20,000 റുപ്പീസും നമ്മൾ കുറയ്ക്കുകയാണ്. 20,000 റുപ്പീസും കുറയ്ക്കുകയാണ്. ഈ കിട്ടുന്ന എമൗണ്ടിന് 1 മന്ത് ആയതുകൊണ്ട് 1/12. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക. ഒരു 1,39,000 റുപ്പീസ് എന്ന് കിട്ടും. 1,39,000 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കി. അടുത്ത ഐറ്റം പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കഴിഞ്ഞു, ഡെറ്റേഴ്സ് കഴിഞ്ഞു. അത് തന്നിരിക്കുന്ന ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് അവിടെ നിൽക്കട്ടെ, നമ്മുടെ കറണ്ട് ലയബിലിറ്റിയാണ്. അത് കഴിഞ്ഞ് ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? എന്താ തന്നിട്ടുണ്ട്? ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി, ക്യാഷ് എക്സ്പെൻസസ്, അതായത് നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് വെക്കണം. അത് നമ്മുടെ കറണ്ട് അസറ്റ് അല്ലേ? അപ്പോൾ നോക്കി ഇവിടുത്തെ എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള ക്യാഷ് എക്സ്പെൻസുകൾ മാത്രം കൂട്ടുക. സാലറി, വേജസ്, റിപ്പയർ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സ്റ്റീമിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൈസ, പവറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൈസ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ക്യാഷ് എക്സ്പെൻസ്. അതായത് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് എക്സ്പെൻസസ് അതിന് വേണ്ടിയിട്ട് ഒരു 1 മന്ത് ടൈം, 1 മന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാഷ് എഴുതാം. ക്യാഷിനകത്ത് എക്സ്പെൻസുകൾ മാത്രം കൂട്ടുക. ഏതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്? സാലറി വേജസ് അവർ തന്നിട്ടുണ്ട്. സാലറി വേജസ് പ്ലസ് റിപ്പയർ പ്ലസ് അഡ്മിൻ എക്സ്പെൻസ് പ്ലസ് സ്റ്റീം പ്ലസ് പവർ. ഓക്കെ, ഇതിൻ്റെയൊക്കെ വാല്യൂ എത്രയാണെന്ന് നോക്കി. അതായത് നമ്മുടെ സാലറിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? സാലറി ആൻഡ് വേജസിൻ്റെ വാല്യൂ 60,000 റുപ്പീസ് അല്ലേ? നോക്കട്ടെ. സാലറീസ് ആൻഡ് വേജസിൻ്റെ വാല്യൂ 1,35,000 റുപ്പീസ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് കൂട്ടാം. 1,35,000 റുപ്പീസ് പ്ലസ് എക്സ്പെൻസ് അല്ല, റിപ്പയറിൻ്റെ വാല്യൂ ഒരു 60,000ഉം 16,000ഉം ഒരു 60,000 പ്ലസ് ഒരു 16,000 കൂട്ടി. അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൻ്റെ എമൗണ്ട് അവർ തന്നിട്ടുണ്ട്. ഒരു 50,000 നേരിട്ട് തന്നിട്ടുണ്ട്. പ്ലസ് നമ്മുടെ സ്റ്റീമിൻ്റെ വാല്യൂ 1,12,000 റുപ്പീസും പവറിന് ഒരു 6,000 റുപ്പീസും. 1,12,000 റുപ്പീസും ഒരു 6,000 റുപ്പീസും എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ ടോട്ടൽ ഇതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 3,79,000 റുപ്പീസ് എന്ന് കിട്ടും. എത്ര കിട്ടും? 3,79,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് 3,79,000 റുപ്പീസിന് എന്ത് × 1/12 ചെയ്യുമ്പോൾ നമുക്ക് അത് ഉത്തരം കിട്ടും. എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? ഒരു 32,000 റുപ്പീസ്. എത്രയാണ്? 32,000 റുപ്പീസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ് എഴുതാം. ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടുന്നതാണ്. അതായത് 3,25,000 റുപ്പീസും 1,60,000 റുപ്പീസും 1,35,000 റുപ്പീസ് 1,39ഉം എത്ര കിട്ടും? 7,91,000 റുപ്പീസ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെസ് കറണ്ട് ലയബിലിറ്റി. ഇവിടെ ഒരു കറണ്ട് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. എന്ത്? നമ്മുടെ ക്രെഡിറ്റേഴ്സ്.
ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ അല്ലേ. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ ഇൻഡിജീനിയസ് റോ മെറ്റീരിയൽസിൻ്റെയും പാക്കിങ്ങിൻ്റെ. അപ്പോൾ നമ്മുടെ ഇൻഡിജീനിയസ് റോ മെറ്റീരിയലിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഇൻഡിജീനിയസ് റോ മെറ്റീരിയലിൻ്റെ വില എന്ന് പറയുന്നത്? 6,26,000 rupees. അതിനോടൊപ്പം നമ്മുടെ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ വില നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഒരു 15,000 rupees അല്ലേ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആഡ് കഴിഞ്ഞിട്ട് 1/12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കേ, 6,26,000 rupees പ്ലസ് 15,000 rupees ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? ഒരു 53,661 എന്ന് പറഞ്ഞ് കുറേ വരും. അപ്പോൾ നമുക്കത് എഴുതാം. എത്രയാണ്? 53,000. ആ ഫ്രാക്ഷൻ നമുക്ക് എഴുതാം, റൗണ്ട് ചെയ്ത് 53,000 എന്ന് എഴുതാം. അതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഇത് എന്ന് പറയുന്ന എമൗണ്ട് വരുന്നത് എത്രയാണെന്ന് അറിയാമോ? ഒരു 53,466.66 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് 53,000 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇത് ലാക്സിലാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ റെലവൻറ്റ്. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആകെ ഒരു കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,91,000 rupees നിന്ന് 53,000 rupees കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 7,38,000 rupees എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അല്ലേ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആയി. ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ആയി. ഇന്ന് നമുക്ക് എന്ത് ചെയ്യുക? ഈ സാധനങ്ങളെല്ലാം പറക്കി എഴുതിയാൽ നമ്മുടെ സംഭവങ്ങളെല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. ആദ്യമേ ചോദിക്കുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ കണ്ടുപിടിക്കാം അല്ലേ. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മളിവിടെ തന്നിരിക്കുന്ന ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, പിന്നെ നമ്മുടെ ഇപ്പം പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ. ആ എമൗണ്ടുള്ള എത്രയാണ്? ലാൻഡിൻ്റെ 1 lakh rupees, 8 lakh rupees, 12 lakh rupees. അതുപോലെ ഇപ്പം കണ്ടുപിടിച്ച് നമ്മുടെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 7,38,000 rupees അല്ലേ. ഇതെല്ലാം കൂടെ കിട്ടുമ്പോൾ നമുക്ക് 28,38,000 rupees എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ഇതാണ്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അവരെ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഉത്തരം കിട്ടാം. പെർസെൻറ്റേജ് ഓഫ് ഈൽഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടി എത്ര? 28,38,000 എന്ന്. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? എത്രയാണ്? ഒരു 3,51,000 rupees. അപ്പോൾ നമുക്ക് എഴുതാം 3,51,000 rupees ഡിവൈഡഡ് ബൈ 28,38,000 rupees ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 12.37%. 12.37%. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരവായി. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ എമൗണ്ട് നമുക്കറിയാം, അല്ല പ്രോഫിറ്റ് നമുക്കറിയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,51,000 rupees. സെയിൽസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 21,25,000 rupees ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഒരു 16.52% എന്ന് വരും. 16.52% എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റൻ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്ത് കണ്ടുപിടിക്കാൻ? ക്യാഷ് ജനറേറ്റഡ് പെർ ആനം ബിഫോർ ടാക്സ്. ടാക്സിന് മുമ്പുള്ള ക്യാഷ് ജനറേറ്റഡ്, അതായത് പ്യുവർ ക്യാഷ്. നമ്മളിവിടെ പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റായിട്ട് നമുക്ക് ക്യാഷ് എത്ര കിട്ടി? നമുക്ക് അത് എഴുതാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് നമുക്ക് കിട്ടി? ഒരു 3,51,000 rupees എന്ന് കിട്ടി അല്ലേ. ഈ 3,51,000 rupees എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റാണ്. പക്ഷേ ഇതല്ല നമ്മുടെ യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് കിടപ്പുണ്ട്, ഒരു ഡിപ്രിസിയേഷൻ അല്ലേ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്യാഷ് ജനറേറ്റഡ് അല്ലേ. അപ്പം യഥാർത്ഥത്തിൽ ജനറേറ്റ് ചെയ്ത ക്യാഷിനകത്ത് നമുക്ക് ഡിപ്രിസിയേഷൻ കുറച്ച് കളയാൻ പറ്റുമോ? കാരണം ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ എക്സ്പെൻസ് അല്ല, നമ്മൾ ചുമ്മാ എഴുതി കളയുന്ന സാധനമാണ്. നമുക്ക് ഡിപ്രിസിയേഷൻ തിരിച്ച് എന്ത് ചെയ്യാം? ആഡ് ബാക്ക് ചെയ്യാം അല്ലേ. ആഡ് ഡിപ്രിസിയേഷൻ എത്രയാണ്? ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 80,000 rupees, 84,000, 20,000. അപ്പോൾ 1,04,000 rupees. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4,55,000 rupees എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത് ക്യാഷ് ജനറേറ്റഡ് അല്ലേ. ക്യാഷ് ജനറേറ്റഡ്. ഓക്കെ അല്ലേ. ഇത്രയേ ഉള്ളൂ. ഈ ലാസ്റ്റ് സാധനം വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവർ ചോദിച്ചിരിക്കുന്ന ക്യാഷ് ജനറേറ്റഡ് പെർ ആനം ബിഫോർ ടാക്സ്. ടാക്സിന് മുമ്പുള്ള ക്യാഷ് ജനറേറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,51,000 rupees ആണ്. പക്ഷേ അതല്ല നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് കിടപ്പുണ്ട്, ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അഡ്മിൻ ഇല്ല, ഡിപ്രിസിയേഷൻ മാത്രം. ആ ഡിപ്രിസിയേഷനെ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ക്യാഷ് എക്സ്പെൻസ് അല്ല അല്ലേ. അത് നമ്മുടെ പ്രോഫിറ്റിനെ കുറച്ചിട്ട് നമ്മളെ ക്യാഷ് ജനറേറ്റഡ് അത്രയും കുറച്ച് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ആ ഡിപ്രിസിയേഷനെ ആഡ് ബാക്ക് ചെയ്തു. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ ഇല്ലസ്ട്രേഷൻ 6 എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടെൻഡൻ കമ്മിറ്റിയും കൂടെ നോക്കാം. ടെൻഡൻ കമ്മിറ്റിയുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. അതായത് പണ്ട് നമ്മുടെ RBI ഒരു ദഹേജ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് കമ്മിറ്റി ആയിരുന്നു? ഒരു ദഹേജ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റ് പോളിസീസ് ഒക്കെ സെറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ആ കമ്മിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ആ കമ്മിറ്റിയിൽ കുറേ പോരായ്മകളുണ്ടായിരുന്നു. അവരെ ക്രെഡിറ്റ് പോളിസീസ് ഒന്നും കറക്റ്റ് അല്ല. അതായത് നമ്മുടെ ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങിയാണ്. ആ ബിസിനസ്സിന് നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10 lakh. അപ്പോൾ നമ്മുടെ ആ നേരത്തെ പറഞ്ഞ ഒരു ദഹേജ് കമ്മിറ്റി അവരെ ക്രെഡിറ്റ് പോളിസി ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയുമോ? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് ലോൺ എടുത്തിട്ട് ഇവർ ബിസിനസ് ചെയ്യുന്നില്ല. ആ പൈസ വേറെ പല കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നു. അങ്ങനെ കുറേ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മുടെ RBI പുതിയതായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു.
പുതിയതായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് ടെൻഡൻ കമ്മിറ്റി. എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് ടെൻഡൻ കമ്മിറ്റി എന്ന് പേര് വന്നത് എന്താണെന്നറിയാമോ? ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു അല്ലേ. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ള PL ടണ്ടൻ. ആരാണ്? ശ്രീ PL ടണ്ടൻ ആയിരുന്നു നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ള PL ടണ്ടൻ ആയിരുന്നു നമ്മുടെ ഈ ടെൻഡൻ കമ്മിറ്റിയുടെയും ചെയർമാൻ. അതുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റിക്ക് ടെൻഡൻ കമ്മിറ്റി എന്ന് പേര് വന്നത്. ഓക്കെ അല്ലേ. നമ്മുടെ RBI ജൂലൈ 1974 ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ഓക്കെ അല്ലടാ. ഒന്നും കൂടെ പറയാം. അതായത് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ദഹേജ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ആയിരുന്നു നിലവിൽ വന്നിരുന്നത്. ഈ കമ്മിറ്റിയിൽ കുറേ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ ഒരുപാട് ബിസിനസ്സിൻ്റെ പേര് പറഞ്ഞ് പൈസ എടുക്കുകയും അത് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ RBI ജൂലൈ 1974 ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. ആ പുതിയ കമ്മിറ്റിയുടെ പേരാണ് ടെൻഡൻ കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് ടെൻഡൻ കമ്മിറ്റി എന്ന് പേര് വരാൻ കാരണം ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? PL ടണ്ടൻ ആയിരുന്നു. PL ടണ്ടൻ ആരാണ്? ആ സമയത്ത് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു. ഓക്കെ അല്ലേ. അപ്പം ഇവർ മുന്നോട്ട് വെച്ച രണ്ട് നോംസ് ഉണ്ട്. അതായത് ഈ രണ്ട് കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതലായിട്ട് ഈ ടെൻഡൻ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി നോം, രണ്ട് ലെൻഡിങ് നോം. ഇൻവെൻട്രി നോം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു 15ഓളം മേജർ ഇൻഡസ്ട്രികൾ അവരെ ഇൻവെൻട്രീസ് എങ്ങനെ വെക്കണം, അതായത് റോ മെറ്റീരിയൽ എങ്ങനെ വെക്കണം, നമ്മുടെ സ്റ്റോക്ക് ഇൻ പ്രോസസ്സ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ വെക്കണം, ഫിനിഷ്ഡ് ഗുഡ്സ്, ബിൽസ് റിസീവബിൾ, ഇതുപോലുള്ള ഈ ഐറ്റംസിലൊക്കെ അതിനെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മുടെ ഇൻവെൻട്രി നോംസിനകത്തുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ലെൻഡിങ് നോമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാലാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്രയ്ക്ക് വല്ല റെലവൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. പെർസെൻറ്റേജ് ആണ്, കാണാതെ പഠിക്കാനുള്ള ഐറ്റമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇവരുടെ ലെൻഡിങ് നോം എന്താണെന്ന് നോക്കാം. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ, അതായത് ടോട്ടൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് ലെൻഡ് ചെയ്യാം, എത്ര പെർസെൻറ്റേജ് ഓണർമാർ കൊണ്ടുവരണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ കേട്ടോ. അതായത് നമുക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ളത് ഒരു 10 lakh rupees ആണ്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള 10 lakh rupees. ഈ 10 lakh rupees എത്ര റുപ്പീസ് ഓണേഴ്സ് കൊണ്ടുവരണം, എത്ര നമുക്ക് ലെൻഡ് ചെയ്യാം, എത്ര നമുക്ക് ബാങ്കിൽ നിന്ന് കടം മേടിക്കാം, അതാണ് ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇതിന് 3 മെത്തേഡ് നമ്മുടെ കമ്മിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എത്ര മെത്തേഡ്? 3 മെത്തേഡ്. ആ 3 മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ആ 3 മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 25% ഓണേഴ്സ് കൊണ്ടുവരണം. ഇവിടെ പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ആ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റിയുടെ 25% ആര് കൊണ്ടുവരണം? ഓണേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിൻ്റെ അർത്ഥം 75% നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. അതാണ് പെർമിസിബിൾ ലിമിറ്റ്. നമ്മുടെ ബോറോയിങ്സിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എത്രയാണ്? 75%. എന്തിൻ്റെ? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ. സിമ്പിൾ മെത്തേഡാണ്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റിയുടെ 25% ഓണേഴ്സ് കൊണ്ടുവരണം. ബാക്കി 75% നമുക്ക് എന്ത് ചെയ്യാം? പെർമിസിബിൾ ലിമിറ്റായിട്ട് ബാങ്കിൽ നിന്ന് ലെൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്നറിയാമോ? രണ്ടാമത്തെ മെത്തേഡ് ഈ സാധനത്തിന് ഒന്ന് ട്രിക്കി ആയിട്ട് പറഞ്ഞിരിക്കാം. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തിരിച്ചിട്ട് എന്താണെന്നറിയാമോ? കറണ്ട് അസറ്റ്സിൻ്റെ 25% ലെസ് കറണ്ട് ലയബിലിറ്റി, അത് ഓണേഴ്സ് കൊണ്ടുവരണം. കാൽക്കുലേഷനിൽ വരുന്ന വ്യത്യാസം മാത്രം. നേരത്തെ വർക്കിംഗ് ക്യാപിറ്റലിന് 25% കൊണ്ടുവരേണ്ടത്. ഇവിടെയാണെങ്കിൽ കറണ്ട് അസറ്റ്സിൻ്റെ 25% കണ്ടുപിടിക്കുക, ലെസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സ് അതിൻ്റെ 25% കണ്ടുപിടിക്കുക, ലെസ് കറണ്ട് ലയബിലിറ്റി, അത് ഓണേഴ്സ് കൊണ്ടുവരണം. അതിൻ്റെ അർത്ഥം കറണ്ട് അസറ്റ്സിന് 75% ലെസ് കറണ്ട് ലയബിലിറ്റി ആരും കൊണ്ടുവരണം? നമ്മുടെ പെർമിസിബിൾ ലിമിറ്റ്, നമുക്ക് കടം മേടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ മെത്തേഡ്, ഇത് കാണാതെ പഠിക്കാൻ നല്ല ഒരു ട്രിക്കുമില്ല കേട്ടോ. മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കിയേ. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കോർ കറണ്ട് അസറ്റ്സ്. അതായത് കോർ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഉണ്ട് അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കോർ കറണ്ട് അസറ്റ്സ്, അതിൻ്റെ 25% മൈനസ് എന്ത്? കറണ്ട് ലയബിലിറ്റി. എന്നോട് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കോർ കറണ്ട് അസറ്റ്സ്, അതിൻ്റെ 25% മൈനസ് കറണ്ട് ലയബിലിറ്റി, അത് ഓണേഴ്സ് കൊണ്ടുവരണം. അതിൻ്റെ അർത്ഥം കറണ്ട് അസറ്റ്സ് മൈനസ് കോർ കറണ്ട് അസറ്റ്സിൻ്റെ 75% മൈനസ് കറണ്ട് ലയബിലിറ്റി ആര് കൊണ്ടുവരണം? ആർക്ക് നമുക്ക് ബോറോ ചെയ്യാനുള്ള പെർമിസിബിൾ ലിമിറ്റാണ്. ഓക്കെ അല്ലേ. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ട. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ഫിനാൻസിങ്ങുമായിട്ട് ഡീൽ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലുസ്ട്രേഷൻ 9 നോക്കാം. ഇല്ലുസ്ട്രേഷൻ 9 കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇല്ലുസ്ട്രേഷൻ 9 പറഞ്ഞിരിക്കുന്നത് നോക്കി. കമ്പ്യൂട്ട് മാക്സിമം ബാങ്ക് ബോറോയിങ്സ്, അതായത് നമ്മുടെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കി. പ്രിസ്ക്രൈബ്ഡ് അണ്ടർ മെത്തേഡ് 1, 2 and 3 ഓഫ് ടെൻഡൻ കമ്മിറ്റി നോംസ്. അതായത് ടെൻഡൻ കമ്മിറ്റി നോം പ്രകാരം ആ മെത്തേഡ് 1, 2, 3 പ്രകാരം 3 മെത്തേഡിലും വരുന്ന മാക്സിമം ബാങ്ക് ബോറോയിങ്സ് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ നമ്മൾ ഈ 3 മെത്തേഡ് കണ്ടുപിടിക്കാം. ഈ 3 മെത്തേഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബോറോയിങ്സ് എവിടെയാണോ കിട്ടുന്നത് ആ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. ഫോളോയിങ് ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് ഏതൊക്കെയാണ്? നമ്മുടെ പർച്ചേസ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 200. അതുപോലെ അതർ കറണ്ട് അസറ്റ് ഒരു 100 കൂടെ കൂട്ടിയുമ്പോൾ ടോട്ടൽ ഒരു 300 വന്നു. അതിൽ നിന്ന് ബാങ്ക് ബോറോയിങ്സ്, ഇവിടെ ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്ക് ബോറോയിങ്സ് മേടിച്ചിട്ടുണ്ട്. ബാങ്ക് ബോറോയിങ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്കേഴ്സ് ഒരു 400 ഉണ്ട്. ബാങ്ക് ബോറോയിങ്സ് ഓൾറെഡി ഒരു 400 മേടിച്ചിട്ടുണ്ട്.
അങ്ങനെ നിൽക്കട്ടെ. ഇനി റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് 400 ആണ്. നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 40. അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 180. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. പിന്നെ റിസീവബിൾസ് ഇൻക്ലൂഡിംഗ് ബിൽസ് ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക് ഒരു 100 തന്നിട്ടുണ്ട്. അതർ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞൊരു 200 തന്നിട്ടുണ്ട്. അതർ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞൊരു 200 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കടം മേടിക്കാം? 75% നമുക്ക് ലെൻഡ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് ചെയ്യാം, ഇവിടെ തന്നെ ചെയ്യാം, ചെറുതായിട്ട് ചെയ്യാം. ഇലിസ്ട്രേഷൻ എത്രയാണ് നമ്മൾ ചെയ്യുന്നത്? 9. ഇലിസ്ട്രേഷൻ 9. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് നമുക്ക് കടം മേടിക്കാം? ഒരു 75% നമുക്ക് കടം മേടിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാം, കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ അവർ തന്നിട്ടുണ്ട് എത്രയാണ്? ഒരു 740 അല്ലേ? കറണ്ട് ലയബിലിറ്റി ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കി. 200 100 കൂട്ടുമ്പോൾ 300, പിന്നെ ഒരു 400 കൂടെ തന്നിട്ടുണ്ട്. അതായത് 400 ഓൾറെഡി, അതായത് 400 റുപ്പീസ് അവർ ഓൾറെഡി ബാങ്കിൽ നിന്ന് കടം മേടിച്ച് കഴിഞ്ഞു. അപ്പം നമ്മൾ ആ 400 ഇവിടെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എടാ ഇവിടെ നോക്കിയാൽ 400 എന്ന് പറഞ്ഞാൽ ബാങ്ക് ബോറോയിങ്സ് ആണ്. നമ്മൾ ബാങ്കിൽ നിന്ന് ഓൾറെഡി കടം മേടിച്ച് കഴിഞ്ഞു. ഇവിടെ മാക്സിമം എത്ര മേടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ബാങ്ക് ബോറോയിങ്സ് കൂട്ടണോ? വേണ്ട, അത് ഓൾറെഡി മേടിച്ചതാണ്. അപ്പം ടോട്ടലി നമുക്ക് എത്ര മേടിക്കാമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് എന്തെടുത്താൽ മതി? 200 100 കൂടുന്ന 300 മാത്രം എടുത്താൽ മതി. നമ്മൾ 300 എടുക്കുക. എത്ര എടുക്കുകയാണ്? 300 എടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കി, 740 മൈനസ് 300. 740 മൈനസ് 300 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 440 കിട്ടും. ഒരു 440 കിട്ടും. ഈ 440യുടെ നമുക്ക് എത്ര പെർസെൻറ്റേജ് എടുക്കാം? ഇതിൻ്റെ 75% എടുക്കാം. ഇതിൻ്റെ 75%. 440യുടെ 75% പറഞ്ഞാൽ എത്ര വരും? ഒരു 330 എന്ന് വരും അല്ലേ? എത്ര വരും? ഒരു 330 lakhs എന്ന് വരും. 330 lakhs എന്ന് വരും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് മെത്തേഡ് 1. മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് മെത്തേഡ് 1 പ്രകാരം. ഓക്കെ അല്ലേ? പക്ഷേ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാങ്ക് ബോറോയിങ്സ് എത്രയാണ്? എക്സിസ്റ്റിംഗ് ബാങ്ക് ബോറോയിങ്സ് 400 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി, ക്വസ്റ്റ്യനിൽ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുള്ള സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ഓൾറെഡി 400 മേടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ 10-10 കമ്മിറ്റി നോം പ്രകാരം നമുക്ക് എത്രയേ പറ്റൂ? ഒരു 330 മാത്രമേ പറ്റൂ. അതിൻ്റെ അർത്ഥം നമ്മൾ എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള എമൗണ്ട് ബാങ്കിലേക്ക് തിരിച്ച് റീപേ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേടാ? ഒന്നും കൂടെ പറഞ്ഞാൽ, അതായത് ബാക്കിയുള്ള 300 എമൗണ്ടിലെ അത് നമ്മൾ ലോങ് ടേം ലോൺ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കൺവേർട്ട് ചെയ്ത് അതിനുള്ള പോളിസീസ് നമ്മൾ നോക്കിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഉത്തരവേ ഉള്ളൂ. നമ്മുടെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എത്രയാണ്? 300 ആണ്. വേണമെങ്കിൽ നമുക്കൊരു കമൻറ്റ് എഴുതാം, നമ്മുടെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് 300 ആണ്. പക്ഷേ നമ്മുടെ ബാങ്ക് ബോറോയിങ്സ് എന്ന് പറയുന്നത് എത്ര? ഒരു 70 എക്സീഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഒരു 70 നമ്മൾ എക്സീഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എഴുതാം. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സിൻ്റെ 75%. സോറിയുടെ കറണ്ട് അസറ്റ്സിൻ്റെ കറണ്ട് അസറ്റ്സിൻ്റെ 75% മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ കറണ്ട് അസറ്റ്സ് ഇൻ്റെ 75% എത്രയാണെന്ന് നോക്കിയേ. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? കറണ്ട് അസറ്റ്സ് എന്ന് തന്നിട്ടുണ്ട് എത്രയാണ്? ഒരു 740. അതിൻ്റെ 75% എത്രയാണെന്ന് നോക്കി. നിങ്ങൾ വൃത്തിയായിട്ട് എഴുതേട്ടാ, ഞാനിപ്പോൾ സിമ്പിളായിട്ട് എഴുതുന്നേ ഉള്ളൂ. നോക്കി, 740 ഇൻറ്റു 75% എത്ര വരും? ഒരു 555 എന്ന് വരും. എത്ര വരും? 555. ഇതിൽ നിന്നും ലെസ് എന്ത് കുറയ്ക്കാം? നമുക്ക് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കാം. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം എടുത്താൽ മതി? നമ്മുടെ ബാങ്ക് ബോറോയിങ്സ് എടുക്കാത്ത നേരത്തെ എടുത്തതുപോലെ 300 മാത്രം. 300 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? ഒരു 255 എന്ന് വരും. 255 എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാക്സിമം ബോറോയിങ്സ് ഇവിടെ എത്രയാണ്? 255 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്തിരിക്കുന്നത് എത്രയാണ്? നമ്മളൊരു 400 എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയും എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് അണ്ടർ മെത്തേഡ് 2 എന്ന് പറയുന്നത് 255 ആണ്. പക്ഷേ നമ്മുടെ ബാങ്ക് ബോറോയിങ്സ് നമ്മൾ എത്ര എടുത്തിട്ടുണ്ട്? ഒരു 400 എടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളൊരു 145 റുപ്പീസ് കൂടുതൽ എടുത്തിട്ടുണ്ട്. 145 റുപ്പീസ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കമൻറ്റ് എഴുതാൻ പറ്റും. ഇനി മൂന്നാമത് നോക്കി, മെത്തേഡ് 3 നോക്കി. ഇത് മെത്തേഡ് 1, ഇത് മെത്തേഡ് 2, ഇനി മെത്തേഡ് 3 ഇവിടെ എഴുതാം. 3 പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ കറണ്ട് അസറ്റ്സ് മൈനസ് കോർ കറണ്ട് അസറ്റ്സിൻ്റെ 25% എടുക്കുക, ലെസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം കറണ്ട് അസറ്റ്സ് മൈനസ് കോർ കറണ്ട് അസറ്റ്സ്. കോർ കറണ്ട് അസറ്റ്സിൻ്റെ ഇതിൻ്റെ ഇൻറ്റു 25% എത്രയാണ് നോക്കാം. ഓക്കെ, കറണ്ട് അസറ്റ്സ് നമുക്കറിയാം, കാണാൻ പറ്റുന്നുണ്ടോ? കറണ്ട് അസറ്റ്സ് നമുക്കറിയാം. കറണ്ട് അസറ്റ്സ് എത്രയാണ്? 740. കോർ കറണ്ട് അസറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ടോ നോക്കി. കോർ കറണ്ട് അസറ്റ്സ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എവിടെയെങ്കിലും കോർ കറണ്ട് അസറ്റ്സ് തന്നിട്ടുണ്ടോ നോക്കി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏറ്റവും താഴെ തന്നിട്ടുണ്ട് അല്ലേ? അസ്യൂം കോർ കറണ്ട് അസറ്റ്സ് ആസ് 190. അപ്പോൾ നമുക്ക് നോക്കാം, 190 ആണ് കോർ കറണ്ട് അസറ്റ്സ്. നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുക ഇൻറ്റു 75. നമ്മൾ 25 എന്നല്ല എഴുതി, 75 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓണേഴ്സ് കൊണ്ടുവരേണ്ട പൈസ 75 ആണ് നമുക്ക് ലെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ഇൻറ്റു 75% എത്രയാണെന്ന് നോക്കാം. ഓക്കെ, 740 മൈനസ് എത്ര? 190 ഇൻറ്റു 75% എത്ര വരും? ഒരു 412.5 എന്ന് വരും. നമുക്ക് 0.5 അതുപോലെ ഇടാം അല്ലേ? ഇതിൽ നിന്നും ലെസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? നേരത്തെ പോലെ എപ്പോഴത്തേയും പോലെ 300 കുറയ്ക്കുമ്പോൾ എത്ര വരും? മൈനസ് 300 കുറയ്ക്കുമ്പോൾ നമുക്ക്
112.5 എന്ന് വരും. അതായത് 112,50,000 രൂപയെന്ന് വരും. ഓക്കെ അല്ലേ? 112 ലക്ഷം എന്ന് പറഞ്ഞാൽ 1,12,00,000 വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയും കമൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 112.5 ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ റൗണ്ട് ചെയ്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, അത് വേറൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ നോക്കിയാൽ അതായത് 112.5 ആണ് നമ്മുടെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി 400 എടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളൊരു 288.5 നമ്മൾ അഡീഷണൽ എക്സ്ട്രാ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇത് വൃത്തിയായിട്ട് എഴുതണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഇൻവെൻട്രി, ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും കാണുക. നമ്മുടെ ബാക്കി പ്ലേലിസ്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.